ഓട്ട മത്സരത്തിൽ രണ്ടാമതെത്തിയ ആൾക്ക് ഒന്നാമതെത്തിയ ആളേക്കാൾ കയ്യടി കിട്ടുകയാണ്. ഒന്നാമതെത്തിയ ആൾ മോശമായതുകൊണ്ടല്ല, അവസാന നിമിഷം വരെ രണ്ടാമതെത്തിയ ആൾ കാട്ടിയ പോരാട്ട വീര്യത്തിനാണ് ആ കയ്യടി. പരാജയമറിയാതെ ഫൈനലിൽ നിർഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം വിദർഭയ്ക്കെതിരെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങുന്നു. അരികിലിരുന്ന് രഞ്ജി കന്നിക്കിരീടം അകലെയാകുന്നു. ഈ കേരള ടീം ചുമ്മാതങ്ങ് ഫൈനൽ വരെ എത്തിയതല്ല, വിയർപ്പ് കൊടുത്ത് നേടിയെടുത്തതാണ് ആ ടിക്കറ്റ്. ദിവസങ്ങൾക്ക് മുമ്പ് രഞ്ജി ഫൈനലിന്റെ അവസാന ദിനം സമനില സംബന്ധിച്ച് മടങ്ങുമ്പോൾ കേരള ക്യാപ്റ്റൻ സച്ചിൻ ബേബി അനുഭവിച്ച ഹൃദയഭാരത്തെക്കുറിച്ച് ഓർക്കുകയാണ്. മൂന്നാം ദിനം ഡീപ് മിഡ് വിക്കറ്റിൽ കരുണിന് ക്യാച്ച് നൽകി സച്ചിൻ മടങ്ങുമ്പോൾ ഒപ്പം ഗാലറിയിലേക്ക് നമ്മളെല്ലാവരും തലകുനിച്ച് നടന്നതാണ്. ക്വാർട്ടറിലും സെമിയിലും സംഭവിച്ചതുപോലെ എന്തെങ്കിലും അത്ഭുതങ്ങൾ നമ്മളെപ്പോലെ ആ മനുഷ്യനും അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചിരുന്നിരിക്കാം. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആദ്യ ഇന്നിംഗ്സ് ലീഡിന്റെ കരുത്തിൽ വിദർഭ മൂന്നാം തവണ രഞ്ജിയിൽ മുത്തമിട്ടു. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും കൃത്യമായ ഡോമിനൻസ് ഈ സീസണിൽ അവർക്കുണ്ടായിരുന്നു. തോൽവി അറിയാതെ നമ്മൾ കിരീട പോരാട്ടത്തിലേക്ക് നടത്തിയ മനോഹരമായ യാത്രയെ അങ്ങനെങ്ങ് മറക്കാൻ പറ്റുമോ? കർണാടകയും ബംഗാളും ഉൾപ്പെടെയുള്ള കരുത്തരുണ്ടായിരുന്ന മരണ ഗ്രൂപ്പിൽ ഹരിയാനയ്ക്ക് തൊട്ടു പിന്നിൽ രണ്ടാമതായി ഫിനിഷ് ചെയ്താണ് നമ്മൾ നോക്കൌട്ടിലെത്തുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിൽ പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ ടീമുകളോട് ആധികാരിക ജയം. ക്വാർട്ടറിൽ ജമ്മു കശ്മീരിനെ ആദ്യ ഇന്നിംഗ്സിലെ 1 റൺ ലീഡിലും സെമിയിൽ ഗുജറാത്തിന് 2 റൺസ് ലീഡിലും മറികടക്കുന്നു. വിശ്വസിക്കാനാകാത്തൊരു നാടോടിക്കഥ പോലെ നമ്മൾ ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ഫൈനൽ കളിക്കുന്നു. പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ വന്ന് മുഴുവൻ മലയാളികളുടെയും പ്രതീക്ഷകളുടെ ഭാരവുമായാണ് അവർ ഫൈനലിൽ ഇറങ്ങിയത്. പിഴവുകൾ ഉറപ്പായും സംഭവിച്ചിട്ടുണ്ട്. ആദ്യ ഇന്നിംഗ്സിൽ വിദർഭയുടെ അവസാന വിക്കറ്റുകളുടെ ചെറുത്തുനിൽപ്പിന് സ്പേസ് നൽകിയത് മുതൽ രണ്ടാം ഇന്നിംഗ്സിൽ വിട്ടുകളഞ്ഞ കരുണിന്റെ ക്യാച്ച് വരെ വിലപ്പെട്ടതായിട്ടുണ്ട്. പക്ഷേ ഫൈനലിൽ ഇറങ്ങിയ ആ നിമിഷം തന്നെ ഈ ടീം വിജയിച്ചതാണല്ലോ. രഞ്ജിയിൽ വലിയൊരു പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത ടീമെന്ന നിലയിൽ ഈ സീസണിൽ കേരളം കളിച്ചത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിയാണ്. 2018-19 സീസണിൽ സെമി കളിച്ചതും അതിന് തൊട്ടു മുമ്പത്തെ വർഷം ക്വാർട്ടർ കളിച്ചതുമാണ് ഈ സീസണിന് മുമ്പത്തെ മികച്ച പ്രകടനം. 2 സീസണുകളിലും കേരളത്തിന് മുന്നോട്ടുള്ള വഴിമുടക്കിയത് ഇതേ വിദർഭ തന്നെയായിരുന്നു എന്നത് യാദൃച്ഛികമാകാം. 10 മത്സരങ്ങളിൽ നിന്ന് 70 റൺസിന് മുകളിൽ ശരാശരിയിൽ 635 റൺസ് നേടിയ മുഹമ്മദ് അസ്റുദ്ദീൻ, 40 വിക്കറ്റ് വീഴ്ത്തി ഈ സീസണിലെ വിക്കറ്റ് വേട്ടക്കാരിൽ 4ാമതെത്തിയ ജലജ് സക്സേന, 34 വിക്കറ്റ് എടുത്ത ആദിത്യ സർവാത്തെ, സീസണിൽ 678 റൺസ് അടിച്ച സൽമാൻ നിസാർ, 516 റൺസ് എടുത്ത ക്യാപ്റ്റൻ സച്ചിൻ ബേബി, MD നിതീഷിന്റെ മികച്ച സ്പെല്ലുകൾ, അങ്ങനെ ഓർക്കാൻ ഒരുപാട് മികച്ച പ്രകടനങ്ങൾ കണ്ട സീസണാണ് കടന്നുപോകുന്നത്. ചുരുങ്ങിയ കാലയളവിൽ പരിശീലകൻ അമയ് ഖുറേസിയ ഈ ടീമിനുണ്ടാക്കിയ ഇമ്പാക്റ്റും വളരെ വലുതാണ്. താരനിബിഡമല്ലാത്തൊരു ടീമിനെ രഞ്ജി ഫൈനൽ കളിക്കുന്ന ലെവലിലേക്ക് മാറ്റിയെടുത്ത കോച്ചിനെയും ഈ യാത്രയിൽ മറക്കാനാകില്ല. കിരീടം കൈവിട്ടതിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു എന്നാണ് മത്സരശേഷം സച്ചിൻ പറഞ്ഞത്. എന്നാൽ ടീമിനെ ഫൈനൽ വരെ എത്തിച്ചതിന്റെ ഉത്തരവാദിത്തവും നിങ്ങൾക്കാണെന്ന് ഓർക്കണം. കേരളം ഫൈനലിലെത്തിയത് ആകസ്മികമായിട്ടല്ല, നമ്മൾ സെലിബ്രേറ്റ് ചെയ്തതുപോലെ ഒരു ഹെൽമെറ്റ് തുണച്ചതുകൊണ്ടുമല്ല. ഫൈനൽ കളിക്കണം, കന്നിക്കിരീടം എടുക്കണമെന്ന ഈ ടീമിന്റെ അടങ്ങാത്ത ആവേശം ഒന്നുകൊണ്ട് മാത്രമാണ്. തല കുനിച്ചല്ല, തല ഉയർത്തി തന്നെ പറയും, ഈ രഞ്ജി സീസണിലെ 2ാം സ്ഥാനക്കാർ നമ്മളാണ്. ആദ്യ രഞ്ജി ഫൈനൽ അവിസ്മരണീയമാക്കിയതിന്, അവസാന ദിനം വരെ കീഴടങ്ങാൻ കൂട്ടാക്കാത്തതിന്, ഒരു T20 മത്സരം കാണുന്ന ആവേശത്തോടെ ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കാണാൻ പ്രേരിപ്പിച്ചതിന് ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കും. നന്ദി. മനോഹരമായ യാത്രയ്ക്ക് അടുത്ത രഞ്ജി സീസൺ നമ്മുടേതാകട്ടെ.